സയൻസാ മാത്സാ ഒരെണ്ണേ പറഞ്ഞു തരുള്ളൂ. ആ നിന്റെ ഏട്ടായിക്ക് എന്നായിരുന്നല്ലോ ഒരു വെപ്രാളം. കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി. എന്നാത്തിനാണ് നാണിക്കുന്നത്? ചേച്ചിക്ക് ദാവീദേട്ടനോട് ലവ് എന്നാടാ ഒറ്റ വെച്ചെന്ന് ഒന്നൂതി അമ്മച്ചി ഈ സ്കൂട്ടർ മാറ്റി ഒരു കാറ് മേടിക്കാൻ പറഞ്ഞു അളിയൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ കല്യാണമൊക്കെ ആകാൻ പോവുമല്ലേ. ഒരു ലിഫ്റ്റ് തരാവോ? അല്ല ഇറങ്ങിയപ്പോ ലേറ്റ് ആയി, വേഗം കവലിലെത്തണം. ഒരു ലിഫ്റ്റ് തരുമോ? ഒരു മിനിറ്റ്. ഇപ്പൊ ശരി. അളിയോ ഓക്കേ. ദാവീദേ ഒന്ന് നിർത്തൂ, ഒന്ന് നിർത്തൂ, ഒരു മിനിറ്റ്. ഒരു കാര്യം പറയാനാ. പർപ്പസ് ആയിട്ട് തന്നെയാ ഞാൻ ലിഫ്റ്റ് ചോദിച്ചേ. ശരിക്കും പറഞ്ഞാ ഞാൻ ദാവീദിന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അന്ന് രാത്രിയിലെ എല്ലാ വഴക്കിനും കാരണം ഞാനാ. അത് പോട്ടെ, അത് കഴിഞ്ഞില്ലേ വീട്ടൊക്കെ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. എന്റെ മനസ്സിന്ന് അതങ്ങ് ഇറങ്ങി പോയിട്ടില്ല. ഒരാളുടെ മുന്നില് തോക്കുകയില്ലെന്നുള്ള സ്റ്റാൻഡിലായിരുന്നു ഞാൻ. അതാ ദാവീദ് വന്ന് ജോയലിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ചൂടായപ്പോ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത്. പക്ഷെ ഞാനിപ്പോ ഇയാളെ മനസ്സിലാക്കുന്നു. ചേച്ചിയാളിനും പറഞ്ഞായിരുന്നു. സോറി ദാവീദ്. അയ്യോ എന്നാ സോറി. ഒരു ഗാർഡിയൻ എന്നൊക്കെ പറഞ്ഞാ ദാവീദിനെ പോലെ ആയിരിക്കണം. ജോയല് ഭയങ്കര ലക്കിയാ. ഇയാൾ അവനൊരു മാതൃക പോലെയാ. അത് പിന്നെ അങ്ങനെയല്ലോ. ഞാൻ അവനെ നന്നാക്കുവാണ്, ആദ്യം ഞാൻ നന്നാവണം. വേണ്ടായോ? ഈ ഏട്ടയെ കണ്ട ജോലി ചീത്തയെന്ന് നാട്ടിലാരും പറയരുത്. ആ എൻ്റെ ഒരു വാശിയാ. ദാവീദിനെ പോലൊരു നല്ല മനുഷ്യനെ ഞാൻ ഹേർട്ട് ചെയ്തു. ഏയ് ഇല്ലട്ടാ സാർ, അത് വിട്ടേക്ക്. ഇനി അത് പറഞ്ഞാൽ എനിക്ക് വിഷമമാകും കേട്ടോ. ഓക്കെ, ഇനി ഞാൻ അങ്ങനെ പറയില്ല. സോ ഇന്ന് മുതൽ നമ്മൾ തമ്മിൽ ഒരിക്കലും ഒന്നിനും വഴക്ക് പാടില്ല. അത് പിന്നെ അങ്ങനെ അല്ലായോ? അജയ, ഞാൻ ഒരാഴ്ച വൈകും കേട്ടോ. എന്നതാടാ അജയ് ഇതൊക്കെ? ലേറ്റ് ആയില്ലല്ലോ. അയ്യോ അയ്യോ സോറി, താങ്ക്സ്. ഓക്കെ ഓക്കെ. എന്താണത്? ഭാഗം വെച്ച പറമ്പിൽ കുറ്റി അടിച്ചാണ് പോലെ നിൽക്കാണ്. ക്ലാസ്സിൽ പോടാ. ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞാണ് ഇതൊക്കെ ഇടിച്ചു കൊടുത്തിട്ടുള്ള ഫ്ലാറ്റ് പണിയാണ്. അങ്ങനെ കേൾക്കൂല. അല്ല പിന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ ക്ലാസ്സിൽ പോടാ. എൻ്റെ അമ്മ നല്ല വേനുണ്ടാ. പിള്ളേര് രാത്രി കൊട്ടേഷൻ തരും. എൻ്റെ അമ്മ ഇതെന്താണ്? പാൻപരാഗ്. ആ സാറേ, അലക്സ് സാറേ ഒന്ന് വന്നേ. എന്നാ വേണം സാറേ? ഇത് കണ്ട പാൻപരാഗിന്റെ പാക്കറ്റ് കാലിയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മളാരും അറിയാതെ ഏതോ പിള്ളേര് ഇത് പ്രശ്നമാക്കണം സാറേ. പിന്നെ തീർച്ചയായിട്ടും പ്രശ്നമാക്കണം. ഇങ്ങനെ തന്നെ സാറ് പോയിക്കോ. ഇത് ഞാൻ എത്തി. ഇത് കണ്ട പരാഗിന്റെ പാക്കറ്റ്. ആ 10 പിന്നെ നടന്ന് കിട്ടിയാന്നേ. സാറേ, സാറ് വേഗം പോലീസിനെ വിളിക്ക്.
അല്ല അതിപ്പോ നമുക്കൊന്ന് ആലോചിച്ച്. ഇതൊക്കെ കൃത്യസമയത്ത് പോലീസിനെ അറിയിച്ചില്ലെങ്കിലേ സാർ അകത്ത് പോകും. അതുകൊണ്ട് സാർ പോലീസിനെ വിളിക്കുന്നത്. സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് ഒരു പരാഗിന്റെ പാക്കറ്റ് കിട്ടിയെന്ന് വിചാരിച്ച് ഇവിടെ പോലീസിനെ വിളിക്കുന്നത് ശരിയല്ല സാറേ. അത് പിന്നെ ആരാ എന്താന്ന് അറിയാതെ വെറുതെ കുട്ടികളെ തെറ്റുകരാക്കാൻ പറ്റില്ല. സാറേ ഇത് 10 ബിയുടെ മുന്നിൽ നിന്നാ കിട്ടിയത്. ആന്നേ. അതുകൊണ്ട് ടീച്ചറെ സാറ് പറഞ്ഞാണ് കറക്റ്റ്. സാറേ 2 ദിവസം വിത്തിൻ 24 hours ഈ കുറ്റവാളികളെ സാറിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും കേട്ടാ. ശരി ശരി, ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ കേസിൽ ഒറ്റപ്പെടും. നടക്ക ടീച്ചറെ. ഇങ്ങോട്ട് വന്നേ. ഇതെടുത്ത്. എനിക്ക് വേണ്ട, ഞാനിത് നിർത്തിയതാ. എടുക്കണോ? ആഹാ, ഞാൻ എത്തിക്കോളാം. വെഞ്ചരിപ്പിന് ഹൃദയം തൊട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കണ്ടായോ? അത് വേണം. വീടിന് എത്രയാ ചെലവായേ? 1 CR. 1,15,00,000. ആ, കാർഡിന് തന്നെയായി ഏതാണ്ട് 50,000 രൂപ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, വ്യവസ്ഥ തന്നെ വെച്ചോ. ആ 15 പറഞ്ഞതിനെ ഒന്ന് 20 ആക്ക്. ഒരു 5 ലക്ഷം രൂപ ഒന്നുകിൽ ഒരു അനാഥാലയത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട പെങ്കുച്ചിന്റെ കല്യാണത്തിനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിക്ക്, ക്യാൻസർ വാർഡോ അങ്ങനെ എന്തെങ്കിലും അതിനായിട്ട് ചെലവാക്കാം. അങ്ങനെ ആന്നേ വെഞ്ചിരിപ്പിന് ഞാൻ മാത്രമല്ല കർത്താവും കാണും കൂടെ. ഞാൻ ചെയ്തോളാം, ഉറപ്പായിട്ടും ചെയ്തോളാം. ഫാദർ, മോനെ ഒന്ന് ബ്ലെസ് ചെയ്യണം. ചെല്ലുമോനെ. വാ. കർത്താവേ, വലിയവനാവണം, മനസ്സുണ്ട്. നന്നായിട്ട് പഠിക്കണം കേട്ടോ. എന്നാ ഞങ്ങളങ്ങോട്ട്. ശരി, ശരി കാണാം. ഫാദർ. ആയിക്കോട്ടെ. വാ മോനെ, നമുക്കേ അച്ഛൻ്റെ വീട്ടിലോട്ട് കൊണ്ടൊന്ന് കയറിട്ട് പോകാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. റിഹേഴ്സൽ പ്രോപ്പർ ആക്കണ്ടേ? പിന്നെ വേണ്ടായോ? അതിന്റെ കാര്യങ്ങള് നായികയുടെ കാര്യം എന്താ അയച്ചോ? ആ, ഇരിക്കേ. വെറോണിക്കയുടെ ക്യാരക്ടറിലെ നാടകത്തിന്റെ ബലം കിടക്കുന്നേ. അത് ആരെ ആക്കുന്ന? സ്വന്തം അടവയെന്ന് കഴിവുള്ളവരെ കണ്ടുപിടിക്കുക, അതിലവരെ അച്ഛന്റെ മിടുക്കിരിക്കുന്നത്. അതിന് അങ്ങനെ ഒരാൾ വേണ്ടായോ ഇടവകയിൽ? അന്വേഷിപ്പും കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലായോ? എന്നാ നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്, അറിയാലോ കണ്ടെത്തൂന്ന്. എന്നാലേ ഞാൻ കണ്ടെത്തി. ആര്? കാര്യം ഞങ്ങൾ ഉടക്കാം. എനിക്കാണെങ്കിൽ ആ കൊച്ചിന്റെ മോട്ടത്തിന് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ നാടകം വിജയിക്കണ്ടായോ? അതുകൊണ്ടാ. അതിന് നീ ആളാരെന്ന് പറ. ടെസ. ആര്? ടെസ കുഞ്ഞോ? അച്ഛൻ്റെ അനിയന്റെ മോളില്ലയോ ടെസ? നിനക്ക് വട്ടായോ ദാവിദേ? ടെസയെ കുറിച്ച് പരാതി പറയുന്ന ആളല്ലേ നീ? അത് സ്റ്റേജ് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. അതുമല്ല, ആ വർക്ക് സമ്മതിക്കണ്ട. അത് പിന്നെ അച്ഛൻ സമ്മതിപ്പിക്കണം, വീട്ടിൽ പോയി സംസാരിക്കണം. അച്ഛൻ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. അച്ഛൻ്റെ കഥാപാത്രം വെറോനിക്ക ഒരുപാട് അനുഭവങ്ങളുള്ള കഥാപാത്രം. അനുഭവം പോലെ പാകതയുണ്ട്, സൗന്ദര്യം വേണം. ദുഃഖം ഉള്ളിൽ ഒളിപ്പിച്ച് പുറമേക്ക് ചിരിക്കുന്നവൾ, ഒരു കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നവൾ ആ കൊച്ച് ടെസ. അഭിനയിക്കുമല്ല, ജീവിക്കുമായിരിക്കും ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഉടക്ക് അത് ഞാനങ്ങ് മറക്കാം. നാടകത്തിന്റെ വിജയം അതേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ഇങ്ങോട്ട് നോക്കടാ. എന്നാ എന്നാ ഈ നാടകത്തിനകത്ത് മറ്റൊരു നാടകം കാണുന്നുണ്ടല്ലോടാ ദാവിദേ? നാടകം വന്ന ഞാനും ആദ്യം കരുതിയേ, പക്ഷേ സത്യമായിട്ട് വരിക. ആന്ന്. മതി മതി. എന്ത് ഏട്ടേ എന്നതാ ആകെ ഒരു എന്നാ നീ കഴിക്കും. എന്നാടാ ആളെ പറ്റിക്കാനായിട്ട്?
താക്കോല് വാങ്ങാൻ നേരത്തെ വരണം പറഞ്ഞിട്ട് വന്നാണ്. അതിന് ബുള്ളറ്റിലാണോ അവനെ? ഫ്ലൈറ്റേ വരണം. ഇതേ കൊച്ചച്ഛന്റെ ബൈക്കാ, ലേറ്റ് ആവാതിരിക്കാൻ എടുത്ത. ആരെ ഇങ്ങനെ ആശിപ്പിക്കരുത് കേട്ടടാ. കൊഞ്ചു തലയാ, എൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസും ബുള്ളറ്റും ആട് തോമേ. എന്നാ താക്കോലി. നിന്റെ ചേട്ടൻ ഇത് എന്തിന്റെ കേടാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇനി മേലെ നിന്നെ ബുള്ളറ്റ് കണ്ട നിന്റെ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടി. കേറി പോയിരുന്ന് പഠിക്കണം. പോകണ്ട വാ മക്കളെ. പോയിരുന്ന് പഠിക്കണം. പോടാ, പോയിരുന്ന് പഠിക്ക് പോ. വാ വാ. ഇതിപ്പോ മൂന്നാമത്തെ അച്ഛനാ. മൂന്നാമത്തെ? ആ, ഒന്നുമില്ല. അപ്പൊ പറയേണ്ട കാര്യങ്ങളൊക്കെ അറിയാലോ. ഇത് പള്ളി കമ്മിറ്റിയുടെ മൊത്തത്തിലുള്ള തീരുമാനം. ടെസ ചെയ്താലേ ആ കഥാപാത്രം ശരിയാവത്തുള്ളൂ. വെറോനിക്കായിട്ട് അഭിനയിച്ച അത്ഭുതങ്ങളുണ്ടാവും. ബാംഗ്ലൂർ ഒരു പെങ്കൊച്ച് വെറോനിക്കായിട്ട് അഭിനയിച്ചപ്പോ ആ പെങ്കൊച്ചിന് ലോട്ടറി അടിച്ചു. അച്ഛൻ കാണിക്കണം. പറയണ്ടൊക്കെ നീ തന്നെ പറയുന്നു. എന്നാ പിന്നെ ഈ കുപ്പായം കൂടി ഇട്ട് നീ തന്നെ പോയി പറ. അത് എന്റെ ഒരു ഇതല്ലേ അച്ഛാ. അപ്പോ ഞാൻ പോയി പറഞ്ഞേച്ചു വരാം. അല്ലയോടാ ദാവിദേ, നീ ചെന്ന് പറയുന്നല്ലേടാ അതിന്റെ ഒരു അച്ഛൻ്റെ അനിയനെ പേടിയാണോ? പേടി? എടാ ദാവിദേ, കൊച്ചിലെ അവനെ എടുത്തോണ്ടല്ലോ ഞാൻ ഇവിടെയൊക്കെ. അല്ല ഇവിടെ നിന്റെ വീട്ടിൽ പോയിരുന്നേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അകത്തോട്ടിരിക്കാം. നേരാ, ഇടവക സന്ദർശനത്തിനല്ല ഞാൻ അങ്ങോട്ട് വന്നിട്ട്. അമ്മ അങ്ങോട്ട് നോക്കേ, അച്ഛൻ അങ്ങോട്ട് പോ. എന്നാ പിന്നെ വരുന്നത് പോലെ ഇതിവിടെ ഇരിക്കട്ടെ. ചർച്ച വിജയിച്ച ഇതുവഴി ഇല്ലേ? ഇല്ലേ? എന്നെ ചർച്ചയാടാ? കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടെ ഐക്യപ്പെടാൻ പോകുന്നതിന്റെ ചർച്ച. ഉമ്മൻചാണ്ടി വരുന്നുണ്ടോ? പിണറായി സഖാവും ഉണ്ട്. ഇപ്പോഴെങ്കിലും അവർക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ആരാ മോനെ? അമ്മ കേറി പോന്നേ.